ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി പായസമാണ്. അത് നമുക്ക് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഞാൻ തയ്യാറാക്കി എടുക്കാൻ പോകുന്ന പായസം മാഗി വെച്ചിട്ടൊരു പായസമാണ് കേട്ടോ. അത് നമുക്ക് എങ്ങനെയാണ് തയ്യാറെടുക്കുന്നത് നോക്കാം. അതിലേക്ക് നമുക്ക് മാഗി ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാഗി ഇവിടെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു പാലൊഴിച്ച് കൊടുക്കാം. ഞാൻ 2 ചെറിയ ഡോറ് മാഗിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് 1 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു 3 സ്പൂൺ പഞ്ചസാര ഇവിടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇച്ചിരി ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കണം. നമുക്കതിലേക്ക് ഇച്ചിരി ഏലക്കാപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ മാഗി വെച്ചിട്ടുള്ള പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1 സ്പൂൺ നെയ്യിലേക്ക് അണ്ടിപ്പരിപ്പ് കിസ്മിസ് കൂടെ മൂപ്പിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഞാൻ പാത്രം അടുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. മൂപ്പിക്കാൻ വേണ്ടിയിട്ട് കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടെ മൂപ്പിക്കാൻ വേണ്ടി നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കശുവണ്ടി ഇട്ടൊന്ന് മൂപ്പിക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കിസ്മിസ് കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ 2 കഴുകിയായിരുന്നു കേട്ടോ. വെള്ളമായി വന്നത് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മൂപ്പിച്ചെടുത്ത അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ അണ്ടിപ്പരിപ്പ് ഇതെല്ലാം ഇട്ട് ചേർത്ത് പായസം നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സർവിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. എൻ്റെ മോൾ എന്നോട് പറഞ്ഞു എനിക്കൊരു വെറൈറ്റി പായസം ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചു. അതുകൊണ്ട് ഞാനൊരു മാഗി വെച്ചിട്ടൊരു പായസം തയ്യാറാക്കി നോക്കിയാണ് കേട്ടോ. നമ്മുടെ മാഗി പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ഇത് തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് കൂടി ഒന്ന് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.